കോഴിക്കോട് ജില്ലയിൽ വൈറോളജി ലാബ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം 9ാം വർഷവും പാതിവഴി. 2017 നടത്തിയ പ്രഖ്യാപനമാണ് ഇന്നും നടപ്പിലാകാതെ സർക്കാർ ഒളിച്ചുകളിക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് താൽപര്യം നിപ ജാഗ്രതാ ക്ലാസ് സംഘടിപ്പിക്കാൻ മാത്രമാണെന്നാണ് വിമർശനം. 2018 കോഴിക്കോട് പേരാമ്പ്രയിൽ ആദ്യ നിപ രോഗം സ്ഥിരീകരിക്കുന്നത്. ശേഷം 23 പേർക്ക് രോഗം പിടിപെടുകയും 21 പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു. തുടരെ ഓരോ വർഷവും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടെ നിപ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ ജില്ലയിൽ വൈറോളജി ലാബ് വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് സ്ഥാപിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. നിരവധി തവണ നിപ ബാധയും നിപ മരണവും ഉണ്ടായ സാഹചര്യത്തിലാണ് വൈറോളജി ലാബ് ലെവൽ 3 സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ലാബ് സ്ഥാപിക്കുന്ന നടപടി എങ്ങുമെത്തിയില്ല. 2024 പ്രവർത്തനം ആരംഭിക്കുമെന്നതായിരുന്നു ആരോഗ്യമന്ത്രി അവസാനം നൽകിയ വാക്ക്. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറവും വാഗ്ദാനം പാതിവഴിയിലായി എന്ന് മാത്രമല്ല, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധ നിപ ജാഗ്രതാ ക്ലാസ് സംഘടിപ്പിക്കുന്നതിൽ മാത്രമാണ് എന്നതാണ് ഉയർന്ന ആരോപണം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ ആരോഗ്യമന്ത്രിയും നിപ വൈറോളജി ലാബിനെ കുറിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ലെന്നാണ് വസ്തുത. ഇത്തരം ജാഗ്രതാ ക്ലാസ് സംഘടിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ജനം, കോഴിക്കോട്.